അസ്സലാമലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രദറിൻ്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട് മുഴുവനായിട്ടും ഈ ഒരു വീഡിയോയുടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീടിന് നൂർ ഹെവൻ എന്നാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ ഇത് നമ്മൾ ഹോം ടൂർ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ അല്ല കേട്ടോ. ഞങ്ങളവിടെ താമസിക്കാൻ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് വീട് മുഴുവനായിട്ടും ഒന്നങ്ങ് എടുത്തതാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ ഒരു വ്യൂ കാണുന്നത്. പിന്നെ കിച്ചനും കാര്യങ്ങളൊക്കെ പിറ്റേന്ന് പകലും ഒക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്തത് കാണാം. പിന്നെ ഈ ഒരു ഗാർഡൻ ടൂർ ഞാൻ സെപ്പറേറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗാർഡൻ മാത്രമായിട്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഒരു യൂറോപ്യൻ കൺസെപ്റ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കളറൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ ഉണ്ടല്ലോ, പേസ്റ്റൽ ഗ്രീനും വൈറ്റും കളർ കോംബോ വെച്ചിട്ടാണ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഹോം ടൂറിലൊക്കെ കാണുന്നത് പോലെ വീടിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളൊന്നും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മൾ വീടിൻ്റെ ഉൾവശത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഇതുപോലുള്ള 3 വുഡിൻ്റെ ചെയറും ടീപ്പോയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ പേർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്റ്റോൺ ബെഞ്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡോറ് തുറന്നിട്ട് അങ്ങ് ഉള്ളിൽ കയറുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ്. അത് തന്നെ സെപ്പറേറ്റ് തിരിച്ചിട്ടാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് സോഫ സെറ്റും ടി വിയും ഇതുപോലെ ഒരു ടീപ്പോയും ഒക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗം ലിവിങ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ കോട്ടിയാട് ഉണ്ടല്ലോ, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു 3 സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൊരു കോട്ടിയാടാണ്. 4 സൈഡിലും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കോട്ടിയാട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തന്നെ പോകുന്ന സമയത്ത് ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കോട്ടിയാടിൻ്റെ അടുത്ത് നമ്മുടെ നിസ്കാർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിസ്കാർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 4 ഇതുപോലുള്ള ഗ്രില്ല് വെച്ചിട്ടാണ്. പിന്നെ ആ ഒരു ചുവരിൻ്റെ സൈഡിലും മേലെ സീലിങ്ങിലും പെർഗോളയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പെർഗോളയിൽ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തന്നെ പോകുന്ന സമയത്ത് 8 പേർക്ക് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് ഈ ഒരു ഏരിയ ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മോഡേൺ കോട്ടിയാട് ഉള്ളത്. മോഡേൺ കോട്ടിയാടിൻ്റെ നിലത്തും സാധാ കോട്ടിയാടിൻ്റെ നിലത്തും ഒരേപോലെ ഈ ഒരു മൊറോക്കൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ടീയും കോഫിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റൗണ്ട് ടീപ്പോയും 4 ചെയറും ഈ ഒരു മോഡേൺ കോട്ടിയാടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെയറിൻ്റെ ബേക്കിലായിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആ ഒരു ഒലീവ് ട്രീ ഉണ്ടല്ലോ, ജെയ്ത്തൂൻ മരം, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കാർ റൂമിൽ ആ ഒരു ഗ്രില്ല് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഗ്രില്ല് കൊണ്ട് തന്നെയുള്ളൊരു ബെഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് വുളു ചെയ്യാനുള്ളൊരു ഏരിയയും സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു മോഡേൺ കോട്ടിയാടിലെ സീലിങ്ങും ചുവരും ഒക്കെ നിറയെ പേഗോള വെച്ചിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പേഗോളയിൽ മുഴുവനായിട്ടും ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് നമുക്ക് പുറത്തുനിന്നും ഉള്ളിൽ നിന്നും അങ്ങും ഇങ്ങും കാണാത്ത തരത്തിലുള്ള ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡേൺ കോട്ടിയാടിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റെയർ ഉണ്ട് കേട്ടോ. ആ ഒരു സ്റ്റെയർ കയറി പോകുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. ഇനി ഈ ഒരു മോഡേൺ കോട്ടിയാടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ടാണ് ബാക്കിയുള്ള 2 ബെഡ്റൂംസ് വരുന്നത്. അപ്പോൾ താഴെ 3 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇതാ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൽ നമ്മുടെ വാർഡ്രോബും ഡ്രസ്സിങ് ഏരിയ പോലെ ഒരു സൈഡിൽ കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡും ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗസ്റ്റ് ബെഡ്റൂം. ഇതിൽ നമ്മൾ ഓഫ് വൈറ്റ് കളറാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത്. കിഡ്സ് ബെഡ്റൂമിൻ്റെ കളർ തീം എന്ന് പറയുന്നത് ഓഫ് വൈറ്റും പേസ്റ്റൽ ഗ്രീനുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിഡ്സ് ബെഡ്റൂമിൽ 2 സിംഗിൾ ബെഡും 2 ചെയറും പിന്നെ സ്റ്റഡി ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ വാർഡ്രോബും വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു റൂമാണ്. സെയിം ഈ ഒരു പേസ്റ്റൽ ഗ്രീനും ഓഫ് വൈറ്റും പിന്നെ ആ കാണുന്ന ഡാർക്ക് ഗ്രീനും വെച്ചിട്ടുള്ള കോംബോ ആണ്. കളർ തീം മുഴുവനായിട്ടും കൊടുത്തത് ഈവൻ ബെഡ്ഷീറ്റിനും ടേബിളിനും ചെയറിനും ഒക്കെ ഈ ഒരു കളർ തീം തന്നെ കൊടുത്തത്, കാർട്ടിനും. പിന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ കാണുന്ന ചുവരിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡോറാണ് വിൻഡോ പോലെ കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡൈനിങ് ഏരിയയും മോഡേൺ കോട്ടിയാടും ലിവിങ് ഏരിയ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് ആ ഒരു കിഡ്സ് ബെഡ്റൂമിൻ്റെ ഉള്ളിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഈ 3 ബെഡ്റൂമിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെ ഓരോ ഇൻഡോർ പ്ലാന്റ് പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പോട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 ബെഡ്റൂമിനും കോമൺ ആയിട്ട് ഈ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിലേക്ക് പോവുക. അതിന് മുന്നേ ആ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് അയൺ ടേബിൾ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വോളിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അയൺ ടേബിൾ ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. അല്ലാത്ത സമയത്ത് ആ ഒരു വോളിലേക്ക് മടക്കി വെക്കുന്ന തരത്തിൽ നമുക്ക് സ്പേസ് ലാഭിക്കാൻ പറ്റിയിട്ടുള്ള അയൺ ടേബിൾ ആ ഒരു സ്റ്റെയറിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സ്റ്റെയർ കയറുന്ന സമയത്ത് വുഡും ഗ്ലാസും വെച്ചിട്ടാണ് സ്റ്റെയർ കേസ് പണിയേൽപ്പിച്ചിട്ടുള്ളത്. മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. 2 ബെഡ്റൂമും കോമൺ ബാൽക്കണിയും പിന്നെ 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും 1 ബെഡ്റൂമിൽ സെപ്പറേറ്റ് ബാൽക്കണി ആയിട്ടാണ് മുകളിലുള്ളത്. സ്റ്റെയർ കയറി വരുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെയായിട്ട് ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമാണ് ഇത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിന് ഈ ഒരു ബെഡ്റൂമിനോട് കൂടി തന്നെ ഒരു ബാൽക്കണിയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട്. ഒരു 2 സ്റ്റെപ്പ് ഉയർത്തിയിട്ടാണ് ഈ ഒരു ബാൽക്കണിയും ടോയ്ലറ്റും റൂമിൽ നിന്നും വേർതിരിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാൽക്കണി അത്യാവശ്യം വീതിയും നീളമൊക്കെ ഉള്ളൊരു ബാൽക്കണിയാണ്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു വീടിൻ്റെ ബാക്ക് വശമാണ് കാണുക. വർക്ക് ഏരിയയും ബേക്കിലത്തെ കിണറും മുറ്റമൊക്കെയാണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബാൽക്കണിയിൽ നിന്നും തിരിച്ച് കയറിയിട്ട് ഈ ഒരു കാണുന്നതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. ഈ ഒരു വീട്ടിലത്തെ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് ആയിട്ടാണ് വോളിലത്തെ ടൈല് കൊടുത്തിട്ടുള്ളത്. ഓരോ ബാത്റൂമിലും ഓരോ കളറ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ മുകളിലത്തെ 2 ബെഡ്റൂമിലും ഫേർണിച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ബെഡും വാർഡ്രോബും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അത് പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. നമ്മുടെ ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മറ്റൊരു ബെഡ്റൂം ഉള്ളത്. ഈ ഒരു ബെഡ്റൂമിനും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ താഴെ കിഡ്സ് ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു വിൻഡോ പോലെ ഓപ്പൺ ചെയ്തിടുന്ന ഒരു ഡോറുള്ള ഒരു സംഭവമുണ്ട് ഇവിടെ. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് താഴെ ആ ഒരു സ്റ്റെയറും പിന്നെ ഡൈനിങ് ഏരിയയുടെ കുറച്ച് ഭാഗങ്ങളും കിച്ചൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കുക. പിന്നെ ഈ ഒരു ബെഡ്റൂമിലും ഫേർണിച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സെപ്പറേറ്റ് ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും മറ്റേ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു 2 സ്റ്റെപ്പ് ഉയർത്തിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ഈ ഒരു ബാത്റൂമിലും സെപ്പറേറ്റ് വേറൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നിലത്തും വോളിലും ഒക്കെ സെപ്പറേറ്റ് ടൈൽസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ കാണുന്ന കർട്ടൻ നീക്കുന്ന സമയത്ത് നമുക്കൊരു 2 സ്ലൈഡായിട്ടുള്ള ഡോറ് കാണാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ താഴെയുള്ള നോർമൽ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണ് ഇത്. ഈ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെയാണ് മഴവെള്ളം ആ ഒരു കോർട്ട്യാർഡിലേക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ ഒരു സേഫ്റ്റിക്കായിട്ട് നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെച്ചതുപോലുള്ള ഒരു റെയിലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണ് ഈ ഒരു റൂമെന്ന് കാണുന്നത്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ വീടിന് കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം പേസ്റ്റൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് വുഡിൻ്റെ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. നീളത്തിലുള്ള ഈ ഒരു ബാൽക്കണിയുടെ ഈ സൈഡിലായിട്ട് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് മറ്റേ സൈഡിൽ നമ്മൾ ഇരിക്കുന്ന സിറ്റിംഗ് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് ടൈല് വിരിച്ചിട്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നിസ്കാര റൂമിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗമാണ്. ആ ഒരു പെർഗോള വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നിസ്കാര റൂമിൻ്റെ ഏരിയ ആണ് ആ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. സിമ്പിളായിട്ടാണ് മുകൾ ഭാഗം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ 2 ബെഡ്റൂം ഒരു ബാൽക്കണി. പക്ഷേ ആ ഒരു 2 ബെഡ്റൂമും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒന്നിൽ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്, മറ്റതിൽ ഇതുപോലുള്ള ഒരു വിൻഡോയും പിന്നെ നമ്മുടെ കോർട്ട്യാർഡ് കാണുന്ന തരത്തിലുള്ള ഒരു ഡോറും കൊടുത്തിട്ട് മോഡലാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ മോഡുലാർ കിച്ചൺ വരുന്നത്. വുഡും ഗ്ലാസും മിക്സ് ആയിട്ടുള്ള ഡോറ് വെച്ചിട്ടാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. 2 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള 2 ഹൈ ചെയർ വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. മുകളിലായിട്ട് കൗണ്ടർ ടോപ്പിൽ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേയും വൈറ്റും വുഡും കളർ തീമിലാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ ഉള്ളത്. ഒരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സോഫ സെറ്റും ഫ്രിഡ്ജും കുക്കിംഗ് റേഞ്ചും വാഷിംഗ് മെഷീനും ഒക്കെ ഈ
ഒരു മോഡുലാർ കിച്ചണിലാണ് ഉള്ളത്. പിന്നെ ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് കാണുന്നതാണ് നമ്മുടെ സാധാരണ കിച്ചണ്. അപ്പോൾ അതിൽ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്കും പിന്നെ കബോർഡ്സ് വുഡും വൈറ്റും കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വർക്ക് ഏരിയയും ഈ കിച്ചനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നത് വിശാലമായിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറകടുപ്പും വാഷ് ബേസിനും കൗണ്ടർ ടോപ്പും ഇതുപോലെ 4 ചെയേഴ്സും ഒരു ടീപ്പോയും ലൈറ്റിങ്ങും ഒക്കെ ഈ ഒരു വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഈ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ മറക്കാതെ ഷെയറും ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.